കോട്ടയം കച്ചേരിക്കടവിൽ നഗരസഭയുടെ റെസ്റ്റ് ഹൗസ് കെട്ടിടം ജീർണാവസ്ഥയിൽ. 2 കെട്ടിടങ്ങളിൽ ഒന്ന് 3 വർഷം മുമ്പ് പൊളിച്ചു നീക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് നടപ്പാക്കാനായില്ല. കൃഷി വകുപ്പിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന 2ാമത്തെ കെട്ടിടവും ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ആളുകളുടെ സുരക്ഷയെ കരുതി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകണം എന്ന ആവശ്യമാണ് നഗരവാസികളും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നത്. കോട്ടയം പഴയ ബോട്ടിച്ചെട്ടിക്ക് സമീപം നഗരസഭയുടെ റെസ്റ്റ് ഹൗസായി പ്രവർത്തിച്ചിരുന്ന 2 കെട്ടിടങ്ങളാണ് ഉള്ളത്. ഒന്ന് 1960 നിർമ്മിച്ചതും മറ്റൊന്ന് 75 നിർമ്മിച്ചതും. അക്കാലഘട്ടങ്ങളിൽ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവർ നിത്യേന എത്തുകയും ഒത്തുകൂടുകയും ചെയ്തിരുന്ന സ്ഥലം കൂടിയാണിവിടം. എന്നാൽ കാലപ്പഴക്കത്തിൽ കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെ കെട്ടിടങ്ങളിലൊന്ന് ഉപേക്ഷിച്ച നിലയിലായി. 2ാമത്തെ കെട്ടിടത്തിൽ കൃഷിവകുപ്പിന്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. 2 കെട്ടിടങ്ങളിലും ആൽമരങ്ങളടക്കം പടർന്നു കയറി കെട്ടിടങ്ങളുടെ ബലക്ഷയത്തിന് കാരണമായിരിക്കുകയാണ്. 60 നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാറായ സ്ഥിതിയിലായതോടെ 2022 കെട്ടിടം പൊളിക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇനിയും അത് നടപ്പായില്ല. അതുപോലെ ഏത് സമയവും അത് നിലംപൊത്താവുന്ന രീതിയിലാണ്, അപകട സൂചനയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റടിച്ചാൽ പോലും ആ ബിൽഡിംഗ് വീഴുന്ന ഒരവസ്ഥ. ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ ആ ബിൽഡിങ്ങിലേക്ക് പടർന്നു കിടക്കുക. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി അടിയന്തരമായ നടപടി സ്വീകരിക്കണം. 2ാമത്തെ കെട്ടിടത്തിൻ്റെയും തൂണുകളടക്കം അടർന്ന് ബലക്ഷയം നേരിടുന്നുണ്ട്. റെസ്റ്റ് ഹൗസ് മുറ്റമാകെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ തള്ളുന്ന സ്ഥലമായി മാറി. നഗരസഭയുടെ പഴകിയ വാഹനങ്ങളും ഉപയോഗശൂന്യമായ ട്യൂബ് ലൈറ്റുകളുമെല്ലാം ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ ലഹരി ഉപയോഗത്തിനും അനാശാസ്യത്തിനുമായി ആളുകൾ എത്തുന്നതായാണ് പരിസരവാസികളുടെ ആരോപണം. നഗരഹൃദയത്തിൽ തന്നെയുള്ള കെട്ടിടമായിട്ടും ഇവിടെ സുരക്ഷാ ജീവനക്കാരെ പോലും നിയോഗിച്ചിട്ടില്ല. കെട്ടിടം തകർന്നു വീണ് ആർക്കെങ്കിലും ജീവഹാനി സംഭവിക്കുന്നതിന് മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭാധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നഗരവാസികൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോട്ടയം.